ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് റോസസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പുതിയ ലോഡിൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് വന്നിട്ടുണ്ട്. ഓൺ റൂട്ടഡും ക്ലൈംബിങ്ങും അതുപോലെ തന്നെ നാടൻ ബഡ്ഡിങ്ങും ആയിട്ട് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ 7 മിനിറ്റുള്ള വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങളും അന്വേഷിച്ച് നടക്കുന്ന റോസസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വന്നേക്കുന്നത് ബേബി റൊമാൻറ്റിക്ക, രണ്ടാമതായിട്ട് ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു ക്രീപ്പറാണ് കേട്ടോ. ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്നാണ് ഇതിൻ്റെ ഐഡിയ, എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വന്നത് ഫ്ലോറിബണ്ട റിച്ച് റെഡ് എന്നാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു മൊട്ട് കണ്ടോ, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ, അത് വിരിയാതിരിക്കുന്നതാണ്. ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില മുട്ടകൾ വന്നിട്ട് അങ്ങനെ തന്നെ വലുതാവും, മുട്ട നല്ലപോലെ വലുതായിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് കൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ. ചില മുട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു ഫ്ലോറിബണ്ട ആപ്രിക്കോട്ട് റോസ്. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഡയമണ്ട് പിങ്ക് എന്നാണ് കേട്ടോ ഞാൻ പേര് കൊടുത്തേക്കുന്നത്. സുഗന്ധത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പനിനീർ റോസും തോറ്റുപോകും, അത്രമാത്രം സുഗന്ധം ഉള്ളൊരു പ്ലാന്റാണിത്. നിറയെ പൂക്കളുണ്ടാവും, ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും, വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. ചെറിയ പൂക്കളൊന്നുമില്ല, അത്യാവശ്യം വലിപ്പമുള്ള പൂക്കൾ. ഇതിൻ്റെ കയ്യിൽ പിടിച്ചേക്കുമ്പോൾ ഉള്ളത് കണ്ടില്ലേ എന്തോരം വലിപ്പമാണ് ആ ഒരു പ്ലാന്റിനുള്ളതെന്ന്. അടുത്തതായിട്ട് ചെറി റെഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. മിനിയേച്ചറാണ് ഇത്. നമ്മുടെ ഗാർഡനിൽ ഉണ്ടെങ്കിൽ പൂക്കൾ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാകത്തില്ല. നമ്മളിപ്പോൾ എന്നും പൂക്കളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും റോസൊക്കെ മേടിക്കാറ്. അപ്പോൾ അതിൽ നമ്മൾ ബാംഗ്ലൂർ ബഡ്ഡിങ് മേടിച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു പൂ ഉണ്ടാവും. പക്ഷേ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിനിയേച്ചർ എന്നും പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് ഓർക്കിഡ് റോസ്. നമ്മൾ ഓർക്കിഡ് റോസിൻ്റെ വൈറ്റ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മിക്കവാറും ഒരു 6 മന്ത്സിൽ ഓർക്കിഡ് റോസ് വൈറ്റ് നമ്മൾ സെയിലിനായിട്ട് വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരാനായിട്ട്. അപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് ഉറപ്പായിട്ട് സെയിലിനായിട്ട് എത്തിക്കും കേട്ടോ. അടുത്തതായിട്ട് ഫെയറി ഓറഞ്ചാണ് കേട്ടോ. ഇത് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് ഫെയറി അല്ലെങ്കിൽ ഫെയറി ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DTDCയുടെ കൊറിയർ ത്രൂ നിങ്ങൾക്ക് പ്ലാന്റ്സ് വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു പീച്ച് ക്രീക്രി റോസാണ് കേട്ടോ. പീച്ച് ക്രീക്രിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ടുള്ളത്. ഇതും ഓൺ റൂട്ടഡ് ആണ്. അപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ട് നേരത്തെ കാണിച്ച ചെറിയ റെഡും ഓൺ റൂട്ടഡ് ആണ്, ഓർക്കിഡ് റോസ് ഓൺ റൂട്ടഡ് ആണ്. പിന്നെന്താ ഇതിനകത്ത് ഓൺ റൂട്ടഡൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡീല മാൽമേസിനാണ്. നമ്മുടെ ഡേവിഡ് ഓസ്റ്റൻ റോസ് വെറൈറ്റിയിൽ വരുന്നതാണ് ഡീല മാൽമേസിൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ സെൻറ്റർ പോർഷനെ കണ്ടില്ല, നമ്മുടെ സാധാരണ റോസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു വെറൈറ്റി വരുന്നത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് നമ്മൾ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളൊരു റോസാണ് മാർഗോ കോസ്റ്ററിൻ്റെ. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് എനിക്കറിയില്ല, പീച്ച് ഓറഞ്ച് ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, നമുക്കൊരു 10 പ്ലാന്റ്സിനകത്ത് മാത്രമേ ഈ ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നതും ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ പേര് ബ്ലൂ ഫോർ യു എന്നാണ്. ഇതും വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതും ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ്. മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് ഐഡി വരുന്നത്. നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ട് കൊണ്ടുവന്നത്. നമുക്ക് കഴിഞ്ഞ തവണ വന്നത് പ്ലാന്റ് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് സെയിൽ. ആ ഹൈറ്റും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഇത് ഓൺ റൂട്ടഡ് ആണ്.
അടുത്ത വെറൈറ്റി ബ്ലാക്ക് റോസ് ആണ്. ബ്ലാക്ക് റോസ് നമുക്ക് അധികം അങ്ങനെ മേടിക്കാൻ പറ്റാത്തൊരു വെറൈറ്റിയാണ് ബ്ലാക്കിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ. ബ്ലാക്കിൻ്റെ ഇത് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ വരുന്നത്. അടുത്തതായിട്ടുള്ളത് 7 ഡേയ്സ് ആണ്. 7 ഡേയ്സിൻ്റെ ഓൺ റൂട്ടഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നാടൻ മഞ്ഞ റോസ് ഉണ്ട്, അതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈറ്റ് പനിനീരും ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് പനിനീർ റോസാണ്. പനിനീർ റോസ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ് പനിനീർ റോസ്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പനിനീർ റോസ് അങ്ങനെ നമ്മൾ കമ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാത്തൊരു വെറൈറ്റിയാണ് പനിനീർ റോസ്. അപ്പോൾ പനിനീർ റോസിൻ്റെ കമ്പ് കുത്തി കിളിപ്പിച്ചെടുത്ത തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ക്രീപ്പറാണ് കേട്ടോ. ക്രീപ്പർ ഇത് ഈ ഒരു പിങ്ക് ബിഗ് ക്രീപ്പറാണ് കേട്ടോ. വലിയ പൂക്കൾ വരുന്ന പിങ്കാണ്. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പറിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്നതും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു റോസാണ്. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിലിപ്പം ലൈറ്റിൻ്റെ ഇത് കൊണ്ടാണ് കളർ മങ്ങിയിരിക്കുന്നത്. നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. വൈറ്റും ചെറിയൊരു പിങ്ക് ഷെയ്ഡും ആണ്. അതിൻ്റെ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. അടുത്ത റോസ് എന്ന് പറയുന്നത് ഇത് ഓൺ റൂട്ടഡ് അല്ല, ബഡ്ഡിങ് ആണ്. ഇതും ബഡ്ഡിങ് ആണ്, നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നതാണ് റെഡ് പിനാക്കിയോ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. കാരണം എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്ന്. നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു റെഡ് കളർ, ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ റെഡ് പിനാക്കിയുടെ കൂടെ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടെയാണ് പീസ് ആൻഡ് ലവ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2-3 കളർ ഷെയ്ഡിലായിരിക്കും ഈ ഒരു പൂക്കൾ ഉണ്ടാവുക. ഇപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ, യെല്ലോ വരുന്നുണ്ട്, യെല്ലോ ഓറഞ്ച് മിക്സ് വരുന്നുണ്ട്, ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ വരുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി പിന്നെ ഡീപ്പായിട്ടുള്ളതും ലൈറ്റ് യെല്ലോയൊക്കെ മിക്സഡ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. പീസ് ആൻഡ് ലവ് ആണ്. അടുത്ത വെറൈറ്റി പിങ്ക് ബട്ടൺ ആണ് കേട്ടോ. ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. പിങ്ക് ബട്ടൺ റോസ് ആണ്. പിങ്ക് ബട്ടൺ വരുന്നുണ്ട്, നമുക്ക് വൈറ്റ് ബട്ടൺ വരുന്നുണ്ട്, യെല്ലോ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊന്ന് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. താങ്ക്